മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ G. സുധാകരൻ പാർട്ടി വിടുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർക്ക് ബുദ്ധിമുട്ടായി പാർട്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് സുധാകരൻ അറിയിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സുധാകരന്റെ പ്രതികരണം. ഫേസ്ബുക്കിൽ ഗോവിന്ദൻ മാസ്റ്റർ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട്. 2026 മെമ്പർഷിപ്പ് സ്ക്രൂട്ടണി അംഗത്വം പുതുക്കാൻ ഞാൻ അപേക്ഷ കൊടുത്തില്ല. അതുകൊണ്ട് ലെവിയും വരിസംഖ്യയും അടയ്ക്കേണ്ടി വന്നില്ല. 3 വർഷത്തെ പാർട്ടി അംഗത്വം പുതുക്കാതെയാണ് സുധാകരന്റെ പോസ്റ്റ്. 43 വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വത്തിന് ശേഷം ബ്രാഞ്ചിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് ജില്ലാ സെക്രട്ടറി R. നാസർ ഒരിക്കൽ പോലും അന്വേഷിച്ചില്ല എന്ന് G. സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ച പ്രതിഷേധക്കുറിപ്പിൽ പറയുന്നു. മത്സരത്തിന് G. സുധാകരൻ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഒരു പരിഗണനയും താൻ അർഹിക്കുന്നില്ല എന്ന തരത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരിഹസിച്ച് ചിരിച്ചെന്നും G. സുധാകരൻ കുറിച്ചു. പാർട്ടിയിലെ ഈ പറഞ്ഞ നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. 2022 സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവായി. ആലപ്പുഴ DC-യുടെ കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വരികയാണ്. വീണ് പരിക്കേറ്റ ശേഷം ഒരു ബ്രാഞ്ചിനൊഴികെ മറ്റെല്ലാത്തിലും കൃത്യമായി പങ്കെടുത്തിരുന്നു. 43 വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വത്തിന് ശേഷം ബ്രാഞ്ചിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറി അന്വേഷിച്ചില്ല. പരാതിയില്ല. 63 വർഷക്കാലത്തെ പാർട്ടി അംഗത്വ ചരിത്രമുള്ള എനിക്ക് പൊതുപരിപാടികളൊന്നും ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ 5 വർഷക്കാലം നൽകിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം എന്റെ വീടിനടുത്തുള്ള EMS ഹാളിൽ വെച്ച് നടത്തിയപ്പോൾ അടിയന്തരാവസ്ഥയുടെ ആദ്യകാലത്ത് തന്നെ നിരോധനം ലംഘിച്ച പ്രകടനം നടത്തി അറസ്റ്റും ജയിൽവാസം ലോക്കപ്പ് മർദ്ദനവും BIR കേസ് ഉൾപ്പെടെ അനുഭവിച്ച് ജില്ലയിൽ ജീവിച്ചിരിക്കുന്ന ഒരേയൊരാൾ ആയ എനിക്ക് ഒരു ക്ഷണക്കത്ത് പോലും നൽകിയില്ല. എന്റെ അച്ഛനെ വരെ ആക്ഷേപിച്ച് ഒരു LC മെമ്പർ പോസ്റ്റിട്ടു. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ഉറ്റ ശിഷ്യനാണ്. ഇതെല്ലാം നേരിട്ട് കഴിഞ്ഞ 5 വർഷങ്ങളായി ഇവിടെ ഞാൻ പാർട്ടിയിൽ തുടരുകയാണ് എന്നും സുധാകരൻ കുറിപ്പിൽ പറയുന്നു.